ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു സെയിം ബോക്സ്. അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുള്ള വീഡിയോ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എണീക്കണം. അപ്പോൾ ഒരു ടൈം ആകുമ്പോൾ തന്നെ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹാർട്ട് ബീറ്റ് നോക്കും കുട്ടീൻ്റെ, പിന്നെ നമ്മളെ പ്രഷറും ബി പിയും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണീക്കണം കേട്ടോ. അപ്പോൾ എണീറ്റ് കുളിയൊക്കെ നേരത്തെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഭൂരിയും പിന്നെ ബാജി ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച് ബാക്കിയുള്ളതൊക്കെ പിന്നെ ഫുള്ളും വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. ഉച്ചക്കേക്ക് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ രാത്രിക്കൊക്കെ ഇക്കാൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തത്തെ ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റത്തെ ഡെലിവറിക്ക് തന്നെ എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് അധികം മേടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്നല്ല, പുറത്തുനിന്നൊന്നും മേടിച്ചിട്ടേ ഇല്ല കേട്ടോ. മാക്സിമം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയാണ് കഴിക്കാൻ വേണ്ടി നോക്കിയത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ ഡോക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ റൗണ്ട്സ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇരുത്തത്തിലൊക്കെ ചെയ്യുന്നു കേട്ടോ. ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഞാൻ പറഞ്ഞല്ലോ ഉമ്മാനേട്ടത്തിന് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പം പൂത്ത് നമുക്ക് ചോറും കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം വൈകുന്നേരത്തേക്കുള്ള ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായ്പേരിയും അച്ചാറും മീൻ പൊരിച്ചതും പിന്നെ കറിയും കായ്ക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് അൽഹംദുലില്ലാഹ് റാഹത്തായി കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സിസ്റ്റർ നമ്മൾ ഫയൽസും കാര്യങ്ങളൊക്കെ ഫുള്ളും റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉമ്മാൻ്റെ ഏട്ടത്തി സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുക്കറപ്പം എന്ന് പറയും കേട്ടോ. പലരുടെ നിങ്ങളെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ രാത്രി 6:30 ആയപ്പം 6:30 ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ മുമ്പ് ഇക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിക്കത്തെ ഫുഡ് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും വെല്ലുമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ ഇച്ചു ജീരക മുട്ടായും കൊണ്ട് നല്ല കളിയിലാണ് കേട്ടോ. ആൾ നല്ല കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ 3 നേരം ജസ്റ്റ് ഒന്ന് പുറത്തു കൂടെ ഒന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പിച്ചീനും കൊണ്ട് അപ്പിച്ചതാ അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട്. ബാക്ക് സൈഡിലല്ല, ഫ്രണ്ടിൽ തന്നെ ഈ കോളേജിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ടുള്ള മഴയൊക്കെ ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ചാറ്റൽ മഴയും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് നായ്ക്കുട്ടികൾ കളിക്കുന്നുണ്ടിട്ട് ഓൻ അതിനെ നോക്കിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മേത്തുനിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആ ജീരകമുട്ടായി മുഴുവനായിട്ട് ആൾ നിലത്തിട്ടിട്ട് ചവിട്ടി കൂട്ടാനുണ്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് മുട്ടായി തിന്നാൽ തന്നെ ആൾക്ക് മതിയാകും കേട്ടോ. മതിയായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും അത് നിലത്തിട്ട് കളിക്കലാണ് ആൾക്ക് പരിപാടി. അപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇക്കതാ ഓരോന്നും പെറുക്കണം. അപ്പോൾ പെറുക്കണപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ അവർ ചേച്ചിമാരെന്തായാലും ക്ലീൻ ചെയ്യുമല്ലോ, അപ്പോൾ അതാക്കി നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഇരുന്ന് പെറുക്കണ്ടെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൽ കൂടിയിട്ടില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാത്രിയിൽ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ എന്താക്കിയിട്ടുണ്ട് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ മോനൂസിൻ്റെ ബർത്ത്ഡേൻ്റെ കേക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പിന്നെ സാജിഖാൻ്റെ വൈഫിൻ്റെ അവിടുന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കേക്കും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ഇവിടുന്ന് വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടി ആക്കിയിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കേക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ
വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ആ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. അതിൽ കേക്ക് കഴിച്ചതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കും ഉമ്മാക്കുള്ള ഓരോ പീസും അവർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എച്ചുവിനെയും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ കേക്ക് കട്ടിങ്ങിന്. എല്ലാവരും കൂടിയിട്ട് കഴിക്കുമ്പം അതൊരു വേറൊരു വൈബ് തന്നെയാണല്ലോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ. പിന്നെ ഹോസ്പിറ്റലത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം മുഴുവനായിട്ട് ഹോസ്പിറ്റൽ നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പുറത്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൻ്റെ വരുന്നതിൻ്റെ തലേ ദിവസം ഇച്ചുത ഒരു ഉപ്പാനെ ഫുഡ് തീറ്റിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ടേബിളിൻ്റെ മുകളിൽ ഇരുത്തിയതായിരുന്നു. പക്ഷേങ്കിൽ ഇച്ചു ഫുഡ് കഴിക്കുന്നില്ല. ഇച്ചു ഫുള്ളും ഉപ്പാനെ തീറ്റിപ്പിക്കാൻ കേട്ടോ. ബാക്കിപ്പം ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ 2 വയസ്സായപ്പോഴത്തേക്കും ഫുഡിനോടുള്ള താല്പര്യം ഫുള്ളും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി കളിക്കണം, പിന്നെ മിഠായികൾ തിന്നണം, പിന്നെ ഐസ്ക്രീംസ്, അതൊക്കെയാണ് ആളെ മുഖ്യമായിട്ടുള്ള ഇഷ്ടവിഭവങ്ങൾ കേട്ടോ. ചോറും കഞ്ഞിയും പിന്നെ അതുപോലെ തന്നെ പഴങ്ങൾ അങ്ങനെയൊന്നും വേണ്ട. മാങ്ങ ഇഷ്ടമാണ്. പിന്നെ കൂടുതലായിട്ട് ഇഷ്ടം മിഠായി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ചൊരു ഇടങ്ങേറാണ്. ആളെ നല്ലോണം ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനിപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ പരിപാടി ജസ്റ്റ് ഒന്ന് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പിന്നെ കൊടുത്താൽ മതി, കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആൾക്കുള്ള ചോറൊക്കെ നിലത്തേക്കൊക്കെ ദേഷ്യത്തിൽ വലിച്ചറിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോപ്കോൺ കഴിക്കാൻ കേട്ടോ. അപ്പോൾ പോപ്കോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുട്ടായും പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടായി എടുത്ത് വെച്ച്, കാരണം പിന്നെ വേറെ ഒന്നും കഴിക്കൂലല്ലോ പറഞ്ഞിട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഓന് വല്യമ്മാൻ്റെ റൂമിൽ കയറിയിട്ടുള്ള കലാപരിപാടിയാണ്. അപ്പം വല്യമ്മ മുറുക്കും കേട്ടോ. അപ്പം വെറ്റിലിയും പോലയും നൂറും അതൊക്കെ എടുത്തിട്ട് ഓന് തിരിക്കാനുണ്ടോ. നൂറിൻ്റെ പാത്രം ഉള്ളതുകൊണ്ട് തന്നെ. എന്നാലും നെക്സ്റ്റ് ഡേ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നല്ല മഴ പെയ്തെന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പം കിടക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴൻ്റെ ഒരു ഇതാണ് ക്ലിപ്സാണ് ഞാനിപ്പം ഇടാൻ പോകുന്നത് കേട്ടോ. നല്ലൊരു കുളിർമ കിട്ടുന്നു. അപ്പം കുറേ സ്ഥലത്ത് മഴ കാരണം ഉരുളുപൊട്ടലും അതുപോലെ തന്നെ വീടുകൾ നാശമാവും, അതൊക്കെ കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. വയനാട്ടിൽ ചെറുതായിട്ടുള്ള മഴകളൊക്കെ ഇരുന്നുള്ളൂ. പിന്നെ റിച്ചുവിനും സച്ചും എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇതെന്താ വെച്ചാൽ ഓരോ കഥകൾ പറയുന്ന ദിവസമായിരുന്നു കേട്ടോ. സ്കൂളത്തെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു. ഒരു പറയുന്ന വീഡിയോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ ഇച്ചുവിനും കൊണ്ട് ഒരു കളിക്കുന്നതായിപ്പോയി കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരിക്കലും അവരെ കഥയൊക്കെ ആയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.